Hi everyone, welcome you all to a new session on the course Mechanics of Solids. Shear force diagram and bending moment diagram എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. അതിൽ cantilever beamൻ്റെ various loading conditions explain ചെയ്തു കഴിഞ്ഞു. Today we are studying about simply supported beam. Various loading conditions in simply supported beams. So case 1, simply supported beam carrying a point load W. So this is simply supported beam on one side is hinged and other side we have roller support. W is a load acting at a distance A from the hinge. ഹിഞ്ചിൽ നിന്ന് A ഡിസ്റ്റൻസ് ആണ് W എന്ന് പറഞ്ഞ ലോഡ്. B ആണ് റോളറിൽ നിന്നുള്ള ലോഡിൻ്റെ ഡിസ്റ്റൻസ് AB. ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബീം L. സോ ഇവിടെ ഈ ഒരു ബീം ഇവിടെ ഒരു ഹിഞ്ചിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, ഇവിടെ റോളർ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ രണ്ട് സപ്പോർട്ടും കാരണം ഈ സപ്പോർട്ട് ബീമിൽ റിയാക്ഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ റിയാക്ഷനാണ് RA. ഈ ഒരു ഹിഞ്ച് സപ്പോർട്ട് ബീമിൽ ആക്ട് ചെയ്യുന്ന ബീമിൽ എക്സേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് RA. ഇവിടെ റോളർ സപ്പോർട്ട് ബീമിൽ എക്സേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് RB. RA RB. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് RA ആൻഡ് RB. രണ്ട് അൺനോൺസ് ആണ് RAയും RBയും, അത് കണ്ടുപിടിക്കണം. So this RA plus RB is equal to W. Okay, total load RA plus RB same സൈഡിലാണ് ആക്ട് ചെയ്യുന്നത് in upward direction. W is in opposite direction. So RA plus RB is equal to W. Then we have to take the moment about A. A എന്ന് പറഞ്ഞ പോയിന്റിൽ മൊമെൻ്റ് എടുക്കാം, ബിയിലെ ആയാലും മൊമെൻ്റ് എടുക്കാം. നമ്മുടെ എയിം എന്ന് പറയുന്നത് RAയും RBയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ എടുത്തിരിക്കുന്നത് ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് A. A plus B എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബീം L. ഓക്കെ, സോ ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് A. സോ W ഇൻറ്റു A എന്ന് പറയുന്ന പോയിന്റിൽ മൊമെൻ്റ് എടുക്കുമ്പോൾ RA എന്ന് പറയുന്ന റിയാക്ഷൻ ഫോഴ്സ് A എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഡിസ്റ്റൻസ് ഇല്ല. സോ W ഇൻറ്റു A, W ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം A, ഹിഞ്ചിൽ നിന്നുള്ള ഡിസ്റ്റൻസ് W ഇൻറ്റു A ആണ്. സോ W ഇൻറ്റു A ഈസ് ഈക്വൽ ടു RB ഇൻറ്റു ദിസ് ടോട്ടൽ ലെങ്ത് L. RB ഇൻറ്റു RBയിൽ നിന്ന് എയിലേക്കുള്ള പോയിന്റിലേക്ക്, A എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ലെങ്ത് L. സോ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. W ഡൗൺവേർഡ് ഡയറക്ഷൻ, RB അപ്വേർഡ് ഡയറക്ഷനുമാണ്. സോ അതുകൊണ്ട് ഈക്വൽ ടു സൈൻ ഇടാം. സോ W ഇൻറ്റു A ഈസ് ഈക്വൽ ടു RB ഇൻറ്റു L. അതിൽ നിന്ന് RB ഈസ് ഈക്വൽ ടു WA/L കിട്ടി. റിയാക്ഷൻ അറ്റ് B എന്ന് പറയുന്നത് WA/L. ഓക്കെ, ദെൻ RA പ്ലസ് RB ഈസ് ഈക്വൽ ടു W ആണ്. RBയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൽ നിന്ന് RA കിട്ടും. RA ഈസ് ഈക്വൽ ടു WB/L. RA WB/L ഉം RB WA/L ഉം, അത് രണ്ടും കിട്ടി. സോ അതിൽ നിന്ന് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാം. വൺസ് ഇതിന് റിയാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. അതിൽ ആദ്യം ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാം. സോ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി കൺസിഡർ എ സെക്ഷൻ XX എന്ന് പറഞ്ഞ സെക്ഷൻ കൺസിഡർ ചെയ്യുക അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം ദി എൻഡ് A, അല്ലെങ്കിൽ ഹിഞ്ചിൽ നിന്ന് X ഡിസ്റ്റൻസിലുള്ള ഒരു സെക്ഷൻ XX കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഇവിടെ രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യണം. സെക്ഷൻ AC-യും സെക്ഷൻ BC-യും. സെക്ഷൻ AC-യും സെക്ഷൻ BC ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. കാരണം ഇവിടെ ലോഡിന് വേരിയേഷൻ വരുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ ഉണ്ട്. റിയാക്ഷൻ ഇങ്ങനെ ഈ ഒരു L ഡിസ്റ്റൻസ് ലെങ്ത് ഓഫ് ദി ബീമിൽ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വരുമ്പോൾ വേറൊരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ വേറൊരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ RB വരുന്നുണ്ട്. അങ്ങനെ ഒരു ലോഡിന് വേരിയേഷൻ ഉണ്ടായതുകൊണ്ട് രണ്ട് സെക്ഷനായിട്ട് കൺസിഡർ ചെയ്യണം ഈ ബീമിനെ. സെക്ഷൻ AC-യും സെക്ഷൻ BC-യും. ഓക്കെ, സോ സെക്ഷൻ AC, സെക്ഷൻ BC. സോ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ AC എന്ന് പറഞ്ഞ സെക്ഷനിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. സോ ഒരു സെക്ഷൻ XX എന്ന് പറഞ്ഞ സെക്ഷൻ കൺസിഡർ ചെയ്യുക. സോ RA സെക്ഷൻ്റെ എയ്തർ ടു ദി ലെഫ്റ്റ്, ഷിയർ ഫോഴ്സ് ആണെങ്കിൽ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ആണെങ്കിലും ഒരു സെക്ഷൻ എടുത്താൽ എയ്തർ ടു ദി ലെഫ്റ്റ് ഓർ എയ്തർ ടു ദി റൈറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ലെഫ്റ്റ് കണ്ടുപിടിക്കാൻ നേരം ഷിയർ ഫോഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് X from the end A. So
ഒരൊറ്റ ഫോഴ്സേ വരുന്നുള്ളൂ, RA ഇൻറ്റു എക്സ്. RA എന്ന് പറയുന്നത് WB/L. ഓക്കെ, ഇൻറ്റു എക്സ് വേണ്ട, കാരണം എന്താണ്, ഷിയർ ഫോഴ്സാണ്. ഓക്കെ, RA എന്ന് പറയുന്നത് WB/L. ഓക്കെ, അന്നേരം ഷിയർ ഫോഴ്സ് അറ്റ് A എന്ന് പറയുന്നത് WB/L തന്നെയാണ്. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് C എന്ന് പറയുന്നത് WB/L, കാരണം എക്സ് എന്ന് പറഞ്ഞ ടേം ഇല്ലല്ലോ. സോ ഷിയർ ഫോഴ്സ് അറ്റ് എയും ഷിയർ ഫോഴ്സ് അറ്റ് സിയും WB/L ആണ്. ദെൻ ഇവിടെ AC എന്ന് പറഞ്ഞ സെക്ഷനാണ് കൺസിഡർ ചെയ്തത്. അടുത്ത BC എന്ന് പറഞ്ഞ സെക്ഷൻ കൺസിഡർ ചെയ്യാം. സെക്ഷൻ BC കൺസിഡർ ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഡിസ്റ്റൻസ് BC എന്ന് പറഞ്ഞ സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു സെക്ഷനാണ് എടുക്കേണ്ടത്. ഇവിടെ സെക്ഷൻ XX അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം ദി റോളർ സപ്പോർട്ട് ബിയിൽ നിന്ന്. ഇവിടെ AC എന്ന് പറഞ്ഞ സെക്ഷൻ ആയതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു സെക്ഷൻ എടുത്തത്. BC എന്ന് പറഞ്ഞ സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സെക്ഷൻ XX അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം ദി റോളർ സപ്പോർട്ട്. സോ അവിടെ ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഏതർ ടു ദി റൈറ്റ് ഓർ ലെഫ്റ്റ്. റൈറ്റ് കൺസിഡർ ചെയ്താൽ മതി, കാരണം ലെഫ്റ്റ് കൺസിഡർ ചെയ്താൽ 2 ലോഡ് വരുന്നുണ്ട്. റൈറ്റ് കൺസിഡർ ചെയ്യുക. റൈറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ RB എന്ന് പറഞ്ഞ ഒരു റിയാക്ഷനേ വരുന്നുള്ളൂ, WA/L. സോ WA/L ഇവിടെ നെഗറ്റീവാണ് വരുന്നത്. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് ഷിയർ ഫോഴ്സ് -WA/L. ഷിയർ ഫോഴ്സ് അറ്റ് X ഡിസ്റ്റൻസ് ആണ്. ഷിയർ ഫോഴ്സ് അറ്റ് B ആയാലും ഷിയർ ഫോഴ്സ് അറ്റ് C ആയാലും, കാരണം ഇത് എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, B വരെയും C വരെയും, കാരണം സെക്ഷൻ BC ആണ് കൺസിഡർ ചെയ്തത്. സോ X എന്ന് പറഞ്ഞ ടേം ഇല്ലാത്തത് കൊണ്ട് -WA/L എന്നായിരിക്കും. ബിയിലും സെക്ഷൻ പോയിന്റ് സിയിൽ ഷിയർ ഫോഴ്സ് -WA/L. ഓക്കെ, ദെൻ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സെക്ഷൻ AC, സെക്ഷൻ BC. ഈ സെക്ഷൻ തന്നെ മതി, XX. സോ RA ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് RA ഇൻറ്റു എക്സ്. RA ഇൻറ്റു എക്സ്. RA എന്ന് പറയുന്നത് WB/L ഇൻറ്റു എക്സ്. സോ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് A എന്ന് പറയുന്നത് X ഡിസ്റ്റൻസ് X 0 ആവും. അറ്റ് C കൺസിഡർ ചെയ്യുമ്പോൾ X എന്താവും, L/2 ആവും. X 0. ഇവിടെ X എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്താണ്, X എന്ന് പറയുന്നത് A ആവത്തില്ല, L ആവത്തില്ല. X എന്ന് പറയുന്നത് C എന്ന് പറയുന്ന പോയിന്റിലാകുമ്പോൾ ടോട്ടൽ ഈ ഒരു ലെങ്ത് A. സോ WAB/L ആണ് സിയിലെ ബെൻഡിങ് മൊമെൻറ്റ്. അതേപോലെ അടുത്തൊരു സെക്ഷൻ BC എന്ന് പറയുന്ന സെക്ഷൻ കൺസിഡർ ചെയ്യുക. അവിടെ ഈ സെക്ഷൻ തന്നെയാണ്. ഈ സെക്ഷൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുക, RB ഇൻറ്റു എക്സ്. RB എന്ന് പറയുന്നത് WA/L ഇൻറ്റു എക്സ്. WA/L ഇൻറ്റു എക്സ്. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് B കൺസിഡർ ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0. എക്സിൻ്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0. അറ്റ് C ആകുമ്പം എക്സിൻ്റെ വാല്യൂ B വരും. സോ WAB/L. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സും കണ്ടുപിടിച്ചു. ഇനി വരയ്ക്കുക. ഇതാണ് ഫിഗർ. സോ അറ്റ് സെക്ഷൻ ഷിയർ ഫോഴ്സ് ഡയഗ്രമാണ് ആദ്യം വരയ്ക്കുന്നത്. ഷിയർ ഫോഴ്സ് അറ്റ് A എന്ന് പറയുന്ന പോയിന്റിൽ വരുന്നത് WB/L. സോ WB/L പോസിറ്റീവാണ്. ദെൻ ഈ ഒരു സെക്ഷൻ എൻ്റയർ സെക്ഷൻ ഇത് കോൺസ്റ്റൻ്റ് ആണ്. ദെൻ സിയിൽ എത്തിക്കഴിയുമ്പോൾ, പോയിന്റ് സിയിൽ എത്തിക്കഴിയുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് C എന്ന് പറയുന്നത് WB/L തന്നെയാണ്. WB/L ഇവിടെ വരെയുണ്ട്. ബട്ട് അവിടെ ഒരു വേരിയേഷൻ, W എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ ഷിയർ ഫോഴ്സ് അറ്റ് C എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സെക്ഷൻ BC കൺസിഡർ ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് C എന്ന് പറയുന്നത് -WA/L ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഡൗൺവേർഡായിട്ട് വന്ന് 0 വരും. പിന്നെ -WA/L നെഗറ്റീവാണ്. ഓക്കെ, -WA/L നെഗറ്റീവാണ്, അതാണ് താഴോട്ട് വരച്ചത്. പിന്നെ ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഷിയർ ഫോഴ്സ് അറ്റ് B -WA/L. ഓക്കെ, സോ ഇവിടെ വരെ -WA/L ആണ്. ഓക്കെ, ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് ആൻ പോയിന്റ് ലോഡ്. ദെൻ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ബിയിലും എയിലും 0 ആണ്.
ബിയിലും എയിലും 0 ആണ്. സി എന്ന് പറയുന്ന പോയിന്റിൽ WA/L ആണ്, രണ്ടിടത്തും പറയുന്നത് WA/L ആണ്. സോ സി എന്ന് പറയുന്ന പോയിന്റിൽ WAB/L ആണ്. WAB/L ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ പോയിന്റ് ലോഡാണ് ക്വസ്റ്റ്യനെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം റെക്റ്റാങ്കിൾ ആയിരിക്കും. ഷിയർ ഫോഴ്സ് ഡയഗ്രാം റെക്റ്റാങ്കിൾ ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ട്രയാങ്കിൾ ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് വന്നത്. ഓക്കെ, ദെൻ അടുത്തത് കേസ് 2, ബീം സബ്ജക്റ്റഡ് ടു കാൻഡിലിവർ ബീം അല്ല, സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീം മീൻസ് വൺ സൈഡിൽ ഹിഞ്ചും അതർ സൈഡിൽ റോളറുമാണ്. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റഡ് ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് UDL. സോ UDL ആണ്. UDLനെ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ് ഫസ്റ്റ് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൻ്റെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു റിയാക്ഷൻ നമുക്ക് ഇവിടെയും RA/RBയും കണ്ടുപിടിക്കണം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബീം സിമെട്രിക്കലായിട്ടാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഈ ഒരു UDL ആയതുകൊണ്ട് W/മീറ്റർ എന്ന് പറയുന്നത് ടോട്ടൽ L ലെങ്ത് ആണല്ലോ. സോ WL ഇതിൻ്റെ സെൻട്രൽ ആക്ട് ചെയ്യും. L/2 ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. L/2ലും W/മീറ്റർ ആണ്. സോ ടോട്ടൽ ലെങ്ത് L ആയതുകൊണ്ട് WL സെൻട്രൽ ആക്ട് ചെയ്യും. അതുകൊണ്ട് ഈ ബീം സിമെട്രിക്കലായിട്ട് ലോഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് റിയാക്ഷൻ അറ്റ് RAയും RBയും WL/2 എന്ന് എഴുതാം. ഓക്കെ, റിയാക്ഷൻ അറ്റ് A ആൻഡ് റിയാക്ഷൻ അറ്റ് B ഇത് സിമെട്രിക്കലി ലോഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഡയറക്റ്റായിട്ട് RA = RB = WL/2 എന്ന് എഴുതാം. ഓക്കെ, സോ റിയാക്ഷൻ അറ്റ് RA ആൻഡ് റിയാക്ഷൻ അറ്റ് B WL/2 കാരണം സിമെട്രിക്കലി ലോഡിംഗ് ആണ്. WL ആണ് ടോട്ടൽ ലോഡ്. അന്നേരം അത് ഹാഫ് ആയിട്ട് WL/2 ഒരു സൈഡിലും WL/2 അടുത്ത സൈഡിലും, ഈ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ WL തന്നെ ആവും. ഓക്കെ, അങ്ങനെയാണ് ഡയറക്റ്റായിട്ട് നമുക്ക് എടുത്തെഴുതാം. ഇങ്ങനെയുള്ള സിമെട്രിക്കൽ ലോഡിംഗ് ആണെങ്കിൽ RA = RB = ഇതേപോലെ പെട്ടെന്ന് എടുത്തെഴുതാം. ദെൻ ഇനി ഓരോ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. either to the left or either to the right. ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിക്കും. സോ ഷിയർ ഫോഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് X, ഈ ഒരു സെക്ഷൻ XX, ഹിഞ്ചിൽ നിന്നുള്ള ഡിസ്റ്റൻസ് X ആണ്. ഹിഞ്ചിൽ നിന്ന് X ഡിസ്റ്റൻസിലുള്ള ഒരു സെക്ഷൻ XX ആണ് ഇവിടെ കൺസിഡർ ചെയ്തത്. സോ RA എന്ന് പറയുന്നത് WL/2 മൈനസ് എന്ന് പറയുന്നത് ഇത് അപ്വേർഡ് ഡയറക്ഷൻ ആയിരുന്നു, അതുകൊണ്ട് പോസിറ്റീവ്. ദെൻ ഇത് ഡൗൺവേർഡ് ഡയറക്ഷനാണ്. സോ നെഗറ്റീവ് W ഇൻറ്റു X ഡിസ്റ്റൻസ് അല്ലേ. സോ W ഇൻറ്റു X അതായിരിക്കും ഷിയർ ഫോഴ്സ്. സോ ഇനി ഷിയർ ഫോഴ്സ് അറ്റ് A കണ്ടുപിടിക്കുക. A ആകുമ്പോൾ X 0, WL/2 വരും. ഷിയർ ഫോഴ്സ് അറ്റ് B എന്ന് പറയുമ്പോൾ X L ആവും. WL/2 WL/2 എന്ന് വരും ഷിയർ ഫോഴ്സ് അറ്റ് B. ഓക്കെ, ദെൻ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് X ഡിസ്റ്റൻസ്. ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ RA ഇൻറ്റു X. RA എന്ന് പറയുന്നത് WL/2 ഇൻറ്റു X. RA ഇൻറ്റു X എന്ന് പറയുന്നത് RA എന്ന് പറയുന്നത് WL/2 ഇൻറ്റു X. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ഒരെണ്ണം കൂടെ വരും. ഈ ഒരു UDL കാരണമുള്ള മൊമെൻറ്റ്, ദാറ്റ് ഈസ് W ഇൻറ്റു X എന്ന് പറയുന്നത് ഈ ഒരു പോയിൻറ്റിന് സെൻട്രൽ ആക്ട് ചെയ്യും. സോ W ഇൻറ്റു X അതാണ് ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x/2 ആയിരിക്കുമല്ലോ. സോ WX ഇൻറ്റു x/2. സോ RA ഇൻറ്റു X മൈനസ് W X ഇൻറ്റു X²/2. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് A ആകുമ്പോൾ Xന് 0 കൊടുക്കുക. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് B ആകുമ്പോൾ X = L ആവും. ഓക്കെ, A എന്ന് പറയുന്ന പോയിൻ്റ് ആകുമ്പോൾ X 0, B എന്ന് പറയുന്ന പോയിൻ്റ് ആകുമ്പോൾ X എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബീം ആവും L. സോ RA ഇൻറ്റു L, RA എന്ന് പറയുന്നത് WL/2 ഇൻറ്റു L വരുമ്പോൾ WL²/2 മൈനസ് WL²/2. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് B 0 ആവും. ഓക്കെ,
സോ എയിലും ബിയിലും ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്. പിന്നെ എവിടാണ് മാക്സിമം വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ എക്സിന് L/2 ഇട്ട് കൊടുക്കുക. ഓക്കെ, സെൻറ്റർ ഓഫ് ദി ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സെൻറ്ററിലായിരിക്കും മാക്സിമം വരുന്നത്. അത് കണ്ടുപിടിക്കുന്നത് ഇവിടെ എക്സിന് L ഇട്ട് കൊടുക്കുക. എക്സിന് L അല്ല, എക്സിന് L/2. സോ RA × L/2 മൈനസ് W/2 ഇൻറ്റു x²/2 ആണല്ലോ. W/2 ഇങ്ങെടുത്തു. എക്സിന് പകരം x² പകരം എക്സിന് വരെ L/2. സോ L/2 the whole square. So L²/4. So W L²/4 minus W L²/8. So its value is W L²/8 ആണ് bending moment at the center. So shear force കിട്ടി, bending momentum കിട്ടി. വരച്ചു. എയിലുള്ള ഷിയർ ഫോഴ്സ് WL/2, ബിയിലുള്ളത് മൈനസ് WL/2. ഓക്കെ, നടുക്ക് വരുമ്പോൾ 0 ആവും. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UDL എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ UDL ആയതുകൊണ്ട് റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിൾ ആയാൽ പിന്നെ ഷിയർ ഫോഴ്സ് വരുന്നത് ട്രയാങ്കിളും ബെൻഡിങ് മൊമെൻറ്റ് പരാബോളിക്കും ആയിരിക്കും. ഓക്കെ, ഇവിടെ പരാബോളിക് മാക്സിമം വരുന്ന സെൻട്രലാണ് ബെൻഡിങ് മൊമെൻറ്റ്. വാല്യൂസ് WL²/8. രണ്ട് സൈഡിലും 0 ആണ്. ഓക്കെ, ഷിയർ ഫോഴ്സും 0 വരും. ഷിയർ ഫോഴ്സ് എങ്ങനെയാണ് 0 വരുന്നത്? ഇവിടെ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് അറിയാം. എക്സിന് എന്ത് കൊടുക്കും? സെൻട്രലാവുമ്പോൾ എക്സ് L/2 ആണ്. സോ W L/2 മൈനസ് W, എക്സിന് പകരം L/2, 0 കിട്ടും. ഷിയർ ഫോഴ്സ് അറ്റ് L/2. സോ ഷിയർ ഫോഴ്സ് 0 ആണ്. ഓക്കെ, സോ ആ രണ്ട് കേസും കഴിഞ്ഞു. ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, നോട്ടായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഫോർ കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലെങ്കിൽ പോയിൻ്റ് ലോഡാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം റെക്റ്റാങ്കിൾ ആയിരിക്കും, അതായത് യൂണിഫോം ആയിരിക്കും. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, ഇത് ആദ്യമേ ക്ലാസ്സിൽ പറഞ്ഞാണ്, നോട്ടായിട്ട് എടുത്തെഴുതിയിരിക്കുകയാണ്. ഫോർ UDL ആണെങ്കിൽ, ക്വസ്റ്റ്യൻ UDL ആണെങ്കിൽ അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ട്രയാങ്കിൾ ആയിരിക്കും. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ട്രയാങ്കിൾ ആണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം പരാബോളിക്കും സെക്കൻഡ് ഓർഡറും ആയിരിക്കും. പിന്നെ ഉള്ളത് യൂണിഫോംലി വേരിയിങ് ലോഡാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം പരാബോളിക് ആയിരിക്കും. ഷിയർ ഫോഴ്സ് ഡയഗ്രാം പരാബോളിക് ആണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ക്യൂബിക് ആയിരിക്കും. തേർഡ് ഓർഡർ ആയിരിക്കും. ഓക്കെ, ഓരോരോ ഓർഡർ. ആദ്യം റെക്റ്റാങ്കിൾ ആണെങ്കിൽ പിന്നെ ട്രയാങ്കിൾ ആവും. ട്രയാങ്കിൾ കഴിഞ്ഞാൽ പരാബോളിക് സെക്കൻഡ് ഓർഡർ, പിന്നെ ക്യൂബിക് ആവും. ക്യൂബിക് എന്ന് പറഞ്ഞാൽ തേർഡ് ഓർഡർ. ഓക്കെ, ഇനി റിലേഷൻ ബിറ്റ്വീൻ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ്. ഇൻറ്റൻസിറ്റി ഓഫ് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ W. അത് നമ്മൾ റിലേഷൻ അറിഞ്ഞിരിക്കണം. dm/dx = F, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെൻറ്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് വിൽ ഗീവ് ദി വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് F, ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ആണ് dF/dx will give you the intensity of loading W. ഓക്കെ, അറിയാമല്ലോ. ഇതെന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണല്ലോ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യുമല്ലോ, അന്നേരം ഫോഴ്സ് തന്നെ കിട്ടും. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് വിൽ ഗീവ് യു ഷിയർ ഫോഴ്സ്. ദെൻ ഷിയർ ഫോഴ്സ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ W/മീറ്റർ ആയിരിക്കുമല്ലോ, അത് ഡിസ്റ്റൻസ് ആണല്ലോ. സോ അത് തന്നെയാണ് ഇൻറ്റൻസിറ്റി ഓഫ് ലോഡിങ് നമ്മൾ പറയുന്നത്. വി ആർ അപ്ലൈങ് എ UDL ഓഫ്, അല്ലെങ്കിൽ UDL യൂണിഫോംലി വേരിയിങ് ലോഡും ആണെങ്കിൽ പെർ മീറ്ററിൽ ഇത്ര ലോഡെന്നല്ലേ പറയുന്നത്. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ലോഡിങ് W ആയിരിക്കും. ഇതാണ് റിലേഷൻ. ഇനി വേറൊരു നോട്ട്, പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ POI. പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഇസ് എ പോയിൻ്റ് വെയർ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് 0. ബെൻഡിങ് മൊമെൻറ്റ് 0 വരുന്ന കേസുണ്ട്. ആ ബെൻഡിങ് മൊമെൻറ്റ് 0 വരുന്ന കേസിൽ ആ പറയുന്ന പോയിൻ്റാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ പോയിൻ്റ് വെയർ ബെൻഡിങ് മൊമെൻറ്റ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഇങ്ങനൊരു ബെൻഡിങ് മൊമെൻറ്റ് വരുവാണ്. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, എന്നാൽ ഇവിടെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷനാണ്. ഓക്കെ, വേറെ എക്സാമ്പിൾ, ഇപ്പം
ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ ഇത് കണ്ടോ, ബെൻഡിങ് മൊമെൻറ്റ് പോസിറ്റീവായിരുന്നു, നെഗറ്റീവായി. അതാണ് ഇവിടെ പറയുന്നത്. ഇത് പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പോയിൻ്റ് വെയർ ബെൻഡിങ് മൊമെൻറ്റ് ചേഞ്ചസ് ഇറ്റ് സൈൻ, പോസിറ്റീവ് നെഗറ്റീവായി. അതാണ് പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. ഈസ് എ പോയിൻ്റ് വെയർ ബെൻഡിങ് മൊമെൻറ്റ് ചേഞ്ചസ് ഇറ്റ് സൈൻ. പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് 0 ആവുന്നു. സോ ഈ രണ്ട് ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്, പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷനും പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. ഓക്കെ, താങ്ക് യു.